LDF എന്തുകൊണ്ട് തോറ്റു എന്ന പോലെ പഠിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ് UDF എന്തുകൊണ്ട് ജയിച്ചു എന്നത്. ആരും ജയിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കില്ല. ഇപ്പോൾ പല സ്ഥാനാർത്ഥികളും ജയിക്കാത്ത സ്ഥാനാർത്ഥികളായിരുന്നു, ജയിക്കാൻ പറ്റുന്ന മണ്ഡലത്തിലായിരുന്നില്ല, എന്നിട്ടും എന്തുകൊണ്ട് ജയിച്ചു. അപ്പോൾ അത് പഠിക്കപ്പെടേണ്ടതാണ്. അതെ. ഇപ്പോൾ നമ്മൾ ചുരുക്കി തിരിച്ച് പോയിന്റിലേക്ക് വരികയാണെങ്കിൽ സംഗതി വളരെ വ്യക്തമാണ്. ഭരണവിരുദ്ധ വികാരം എന്നുള്ളതിനേക്കാൾ ഉപരി പിണറായി വിരുദ്ധ വികാരം. ഭരണം സത്യത്തിൽ അത്ര മോശമായിരുന്നില്ല. പിന്നെ 10 കൊല്ലം ഭരിച്ച സർക്കാരിനോട് ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു എതിരഭിപ്രായം ഉണ്ട്, ഒരു വിപ്രതിപത്തി ഉണ്ടാവും. അത് തെരഞ്ഞെടുപ്പിൽ കണ്ടു. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് മുഖ്യമന്ത്രിയുടെ പ്രവൃത്തികളോടും സംസാരത്തോടും ചെയ്തികളോടും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളോടുമൊക്കെ ജനങ്ങൾക്ക് വലിയ എതിരഭിപ്രായമുണ്ട്. അത് കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കും BJPക്കാർക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ ഇടതുപക്ഷക്കാർക്ക് CPMകാർക്ക് തന്നെ ഉണ്ടായിരുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്തത്. ചില മണ്ഡലങ്ങൾ നോക്കിയാൽ ഇപ്പോൾ വാമനപുരം നിയോജകമണ്ഡലം നോക്കിയാൽ, വാമനപുരം ഉണ്ടായ കാലം തൊട്ട് അവിടെ CPMകാരൻ ജയിക്കുക. 1977 വലിയ വിപരീത വികാരം ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ പോലും വാമനപുരം ജയിച്ചു. അങ്ങനത്തെ സീറ്റാണ്. അതുപോലെ കണ്ണൂർ ജില്ലയിലെ പല കോട്ടക്കോത്തളങ്ങൾ, കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര പോലെയുള്ള സീറ്റുകൾ, അല്ലെങ്കിൽ കൊയിലാട്ടി, അങ്ങനെ ഉള്ള പഴയ മേപ്പയ്യൂരായിരുന്ന കുറ്റ്യാടി മണ്ഡലം, ഇതൊക്കെ എങ്ങനെ തോൽക്കുന്നു എന്ന് ചോദിച്ചാൽ തോക്കുന്ന സീറ്റല്ല, തോക്കാൻ പറ്റാത്ത സീറ്റുകളാണ്. കോഴിക്കോട് നോർത്ത്, അവിടെയൊക്കെ ഒരു കാരണവശാലും LDF ജയിക്കുന്നതല്ല, LDF ജയിക്കുള്ളൂ. ആ സീറ്റുകളൊക്കെ നഷ്ടപ്പെടുക. പയ്യന്നൂർ സീറ്റ് പതിറ്റാണ്ടുകളായി എന്നല്ല, എനിക്കൂടെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം 1-2 തവണ അങ്ങനെ കോൺഗ്രസ് ജയിച്ചാണ്. ഇല്ല സാർ, പയ്യന്നൂർ ആദ്യമായിട്ടാണ് CPM തോക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, പയ്യന്നൂർ സീറ്റ്, പയ്യന്നൂർ എന്നുള്ള പേരിൽ വന്ന പിന്നെ ആദ്യമായിട്ടാണ് CPM തോക്കുന്നത്. അല്ലെങ്കിൽ CPM ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് CPM തോക്കുന്നത്. പയ്യന്നൂർ സീറ്റ്. അതുപോലെ തൃക്കരിപ്പൂർ, പണ്ട് നീലീശ്വരമായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ തൃക്കരിപ്പൂർ. അവിടെ EMS നമ്പൂതിരിപ്പാട് മത്സരിച്ച് ജയിച്ചിട്ടുള്ള സീറ്റാണ്. EK നായനാർ ജയിച്ചിട്ടുള്ള സീറ്റാണ്. ആ സീറ്റിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ LDF നോക്കണമെങ്കിൽ പണിയത്തരട്ട്. അപ്പോൾ അത്ര വലിയ തിരിച്ചടി ഉണ്ടാവും. ആ തിരിച്ചടി എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ അത് പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളെക്കാൾ കൂടുതലായിട്ട് ഈ ഭരണത്തോടുള്ള എതിർപ്പാണ്. ഇപ്പോൾ തന്നെ CPM ജയിച്ചിട്ടുള്ള പല സീറ്റുകളും വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശക്തരായ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വന്നിരുന്നെങ്കിൽ ഇത് പല സീറ്റുകളും നഷ്ടപ്പെടുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടായപ്പോൾ അതിൻ്റെ അർത്ഥം അതിഭയങ്കരമായ ഒരു ഭരണവിരുദ്ധ വികാരം നാട്ടിലുണ്ടായിരുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പ് റിഫ്ലക്റ്റ്. നമ്മൾ കൂടുതൽ കാരണങ്ങളൊന്നും അന്വേഷിച്ച് പോകേണ്ടതില്ല. പിന്നെ എന്തുകൊണ്ട് വിപരീത വികാരം ഉണ്ടായതുള്ള വേറൊരു പ്രശ്നമാണ്. തളിപ്പറമ്പ് നഷ്ടപ്പെട്ടു, പയ്യന്നൂർ നഷ്ടപ്പെട്ടു, ധർമ്മടത്ത് തോറ്റതിനൊക്കെ ജയിച്ചു എന്നിരിക്കലും എന്ന അവസ്ഥയിലെത്തി. അങ്ങനെ എത്ര സീറ്റുകൾ നഷ്ടപ്പെട്ടു. ഇടതുമുന്നണി കൺവീനർ മത്സരിച്ച സീറ്റ് തോറ്റുപോയി. അതെ, മന്ത്രിമാർ മിക്കവരും തന്നെ തോറ്റുപോയി. P. രാജീവ് തോറ്റു, കോട്ടയത്തെ VN വാസവൻ തോറ്റു, ശിവൻകുട്ടി തോറ്റു, ബിന്ദു തോറ്റു, വീണ ജോർജ് തോറ്റു. അങ്ങനെ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞ പോലെ മിക്കവാറും എല്ലാവരും തോറ്റു. പിന്നെ അബ്ദുറഹ്മാൻ തോറ്റു, മുൻ മന്ത്രി ജലീൽ തോറ്റു. അങ്ങനെ പരാജയത്തിൻ്റെ തുടർക്കഥകളാണല്ലോ. ശൈലജ ടീച്ചറെ തോൽപ്പിച്ചു. ശൈലജ ടീച്ചർ അത് പിന്നെ തോൽപ്പിക്കാൻ വേണ്ടി നിർത്തിയതും തോറ്റതുമാണ്. അത് കണക്കാക്കേണ്ടതില്ല. തോറ്റു എന്ന് പറയാനില്ല, അവർ തോൽപ്പിച്ചു എന്ന് പറയാണ് കൂട്ടിശി. പിന്നെ ഘടകകക്ഷികൾക്ക് ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെ തിരിച്ചു കിട്ടി. നമ്മുടെ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയുണ്ട്, ജനതാദൾ സെക്യുലർ ആയിരുന്നു, അടുത്ത കാലത്ത് അതിൻ്റെ പേര് പറ്റി. ആ പാർട്ടിയിൽ എല്ലാവരും തോറ്റു. അതുപോലെ NCPയിലെ എല്ലാവരും തോറ്റു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പാർട്ടി നിയമസഭയിൽ ഇല്ലാതായി. കേരള കോൺഗ്രസ് B ഇല്ലാതായി. അങ്ങനെ തിരിച്ചടികളുടെ ഒരു വലിയ വസന്തമാണ്. CPI ആണ് പിന്നെ കട്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷെ അവർക്ക് ഒരുപാട് സീറ്റുകൾ നഷ്ടപ്പെട്ടു. CPMന് ഒരുപാട് സീറ്റുകൾ നഷ്ടപ്പെട്ടു. അങ്ങനെ തിരിച്ചടികളുടെ പരാജയങ്ങളുടെ ഒരു വലിയ പെരുമഴക്കാലം എന്ന് പറയാം. ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർക്കത്തിൽ SFIക്കാർ DYFIക്കാർ വഹിച്ച ചരിത്രപരമായ പങ്ക്. ആർഷോ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. അദ്ദേഹമാണ് കേരള ഗവർണറെ വെല്ലുവിളിച്ച് സംഗീത് ചാൻസലർ ഗോ ബാക്ക് ഇതൊക്കെ കേട്ട് ഇവിടെ കുറേ മതേതര പുരോഗമന ചിന്താധികാരൊക്കെ കൈയടിച്ചു. പക്ഷേ ഈ ഗവർണറും സർക്കാരും തമ്മിൽ, അല്ലെങ്കിൽ ഗവർണർ SFIയും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടലിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടോ. ഗവർണറെ വെല്ലുവിളിക്കുന്നു. ഗവർണർക്ക് പോകാനൊന്നുമില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ ജോലി കഴിഞ്ഞാൽ അദ്ദേഹം നാട്ടിപ്പോയി. ഇപ്പോൾ നഷ്ടം വന്ന SFIക്കാർക്കും പാർട്ടിക്കുമാണ്. യുവർ ഡാൽ വില്ലോട്ട് കുക്കിയർ എന്ന് കേരള ഓർമ്മ കോളേജ് മുമ്പിൽ ഒരു ബാനർ എഴുതി കെട്ടി തൂക്കിക്കൊണ്ട് ഗവർണർക്കൊന്നും നഷ്ടപ്പെടാനില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഗവർണറെ കാലിലെത്തി ഔട്ടാൻ സമ്മതിക്കില്ല. ഗവർണർ ഷൂട്ട് കയറി, കാലിലെത്തി ഔട്ടാനല്ല സമ്മതിക്കാതെ ചെരുപ്പിട്ട് കയറാം. അത് കഴിഞ്ഞ് ഗവർണർ കോഴിക്കോട് മിഠായി തെരുവിൽ റോഡ് ഷോ നടത്തി.
അവിടുത്തെ പ്രസിദ്ധമായ ശങ്കരൻ ബേക്കറി പ്രസിദ്ധമായ സ്ഥലമാണ്. അവിടെ നിന്ന് അദ്ദേഹം 2 കിലോ അലുവ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി. അതുകൊണ്ട് ഗവർണർക്ക് വല്ല നഷ്ടമുണ്ടോ? തട്ട് കിട്ടിയത് എസ് എഫ് ഐക്കാർക്കാണ്. കാരണം ഈ വിദ്യാഭ്യാസ രംഗത്ത് നടന്നിരുന്ന ഒരുപാട് കൊള്ളനയങ്ങൾ പുറത്തു വന്നു. ബികോമിന് തോറ്റവന് എംകോമിന് പഠിക്കുന്ന പോലുള്ള പരിപാടികൾ, പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാത്ത എസ് എഫ് ഐ നേതാവ് പരീക്ഷ പാസ്സായതായിട്ട് റിസൾട്ട് വന്ന സംഭവം. അല്ലെങ്കിൽ ഒരു എസ് എഫ് ഐയുടെ നേതാവ് എറണാകുളം മാരായ സ്കൂളിൽ നിന്നുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അതുകൊണ്ടുപോയി അട്ടപ്പാടി ഗവൺമെൻറ് കോളേജിൽ ജോലി സമ്പാദിച്ച പോലുള്ള സംഭവങ്ങൾ. പിന്നെ പ്രമുഖ നേതാക്കന്മാരുടെ ഒക്കെ ഭാര്യമാർ സർവകലാശാലയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറോ അസോസിയേറ്റ് പ്രൊഫസറുമായിട്ട് നിയമനം കിട്ടിയ രീതി, വൈസ് ചാൻസലർമാരെ നിയമിച്ച രീതി. കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർക്ക് ഒരു പിരിച്ചുവിടൽ ഉത്തരവില്ലാതെ രാജിക്കത്ത് പോലും കൊടുക്കാതെ ഇറങ്ങിപ്പോണ്ടുവന്ന അവസ്ഥ. കാരണം സുപ്രീം കോടതി അദ്ദേഹത്തെ അൺസീറ്റ് ചെയ്തു, അദ്ദേഹത്തിന് നിയമനം അവസരപ്പെടുത്തി. അതേ ഓർഡർ കിട്ടിയപ്പോൾ അപ്പം തന്നെ നിറഞ്ഞ കണ്ണോടുകൂടി ഇരുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് നമ്മൾ കണ്ടു. കാരണം രാജിക്കത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിൻ്റെ നിയമനം തന്നെ അസ്ഥിരപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായില്ലേ. ഈ ഒരു ചെറിയ സംഭവമല്ലേ ഗവർണറുമായിട്ടുള്ള വഴക്ക്. അപ്പോൾ ഗവർണറെ മുഖ്യമന്ത്രി വെല്ലുവിളിച്ചു, ഞാൻ ആരാണെന്ന് ആരിഫ് ഖാൻ അറിയില്ല എന്ന്. ആരിഫ് ഖാൻ ആരാണെന്ന് ഇദ്ദേഹത്തിനും അറിയില്ല, അതുകൊണ്ട് കുഴപ്പമുണ്ടായി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഓരോ സന്ദർഭത്തിൽ നടക്കുന്നത്.